നമസ്കാരം. മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം. ഭരണപക്ഷവും പ്രതിപക്ഷവും ആഘോഷത്തിലാണ്. വിശപ്പടക്കാൻ വഴിയില്ലാതെ പൊതുജനങ്ങളും. ഭരണപക്ഷത്തിരിക്കുന്നവർ സർക്കാരിന്റെ 4ാം വാർഷികാഘോഷ തിമിർപ്പിലാണ്. പ്രതിപക്ഷക്കാർ കയ്യും മെയ്യും മറന്ന് ഉപതെരഞ്ഞെടുപ്പ് ആഘോഷത്തിലും. ഇതെല്ലാം പൊടി പൊടിക്കുമ്പോൾ പലതരത്തിലുള്ള സാമ്പത്തിക വിഷമതകളിൽപ്പെട്ട് നട്ടം തിരിയുകയാണ് കേരളത്തിലെ സാധാരണ ജനങ്ങൾ. കേരളത്തിലെ വിദ്യാലയങ്ങൾ പുതുവർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് സ്കൂളുകളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. വേനൽക്കാല അവധിക്ക് ശേഷം ക്ലാസ് കയറ്റം ലഭിച്ച വിദ്യാർത്ഥികളും പുതിയതായി അക്ഷരാഭ്യാസത്തിനെത്തിയ കൊച്ചുകുട്ടികളും ആവേശത്തിലാണോ എന്ന് അന്വേഷിക്കാൻ പോലും ആരുമില്ലാത്ത അവസ്ഥയാണ്. സർക്കാർ സ്കൂളുകളിലേക്ക് പാഠപുസ്തകങ്ങൾ സർക്കാർ അച്ചടിച്ചത് നൽകുന്നുണ്ട്. പാഠപുസ്തകം കൊണ്ട് മാത്രം എങ്ങനെയാണ് മക്കളെ പഠിപ്പിക്കാനായി വിദ്യാലയങ്ങളിലേക്ക് എത്തിക്കുക? കേരളത്തിൽ വലിയ വികസനങ്ങളാണ് നടക്കുന്നതെന്നും കേരളീയരെല്ലാം സമ്പന്നരായി കഴിഞ്ഞുവെന്നും ഭരണപക്ഷത്തുള്ളവർ വിളിച്ചു കൂവുന്നുണ്ട്. പ്രതിപക്ഷക്കാരാകട്ടെ ഭരണപക്ഷക്കാർ ഇപ്പോൾ രാജിവെക്കണം എന്ന പറച്ചിലും. ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട് വലയുന്നത് മലയാളികളാണ്. ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പുതിയതായി ക്ലാസ്സുകളിലേക്ക് എത്തുമ്പോൾ ആ കുട്ടികൾക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ വാങ്ങിക്കേണ്ട ബാധ്യത കുട്ടികളുടെ രക്ഷിതാക്കൾക്കാണ്. LKG UKG ക്ലാസ്സുകളിലേക്കുള്ള കൊച്ചു കുട്ടികൾക്ക് പോലും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 3000 രൂപയെങ്കിലും വേണം. നഴ്സറി ക്ലാസ്സുകളിൽ പഠിക്കാൻ ചേരുന്ന കുട്ടികൾക്ക് ഇപ്പോഴത്തെ നിലവാരത്തിലുള്ള പുസ്തകവും കുടയും ചെരുപ്പും ലഞ്ച് ബോക്സും ബാഗും പുത്തൻ ഉടുപ്പുമൊക്കെ കൂടി വാങ്ങിയാൽ 3000 രൂപ ഉണ്ടെങ്കിലും തികയില്ല. ഇത് തന്നെയാണ് മുതിർന്ന ക്ലാസ്സുകളിലേക്ക് മക്കളെ പഠിക്കാൻ അയക്കുന്ന രക്ഷിതാക്കളുടെയും സ്ഥിതി. ഹൈസ്കൂളുകളിൽ പഠിക്കുന്ന മുതിർന്ന കുട്ടികൾ അവരുടെ കൂട്ടുകാർ വാങ്ങുന്ന തരത്തിലുള്ള വസ്ത്രവും മറ്റ് സാധനങ്ങളും വാങ്ങേണ്ടി വരിക സ്വാഭാവികമാണ്. ഏത് ക്ലാസ്സിലും സാമ്പത്തികമായി ഉയർച്ചയിലുള്ളവരുടെ മക്കളും ഉണ്ടാകും. അത്തരത്തിലുള്ള കുടുംബങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളുടെ നിലവാരത്തിൽ സ്വന്തം മക്കളെയും സ്കൂളിലേക്ക് അയക്കണം എന്ന് ആഗ്രഹിക്കാത്ത ഏത് രക്ഷിതാവാണ് ഉള്ളത്? ഭരണപക്ഷക്കാരും പ്രതിപക്ഷക്കാരും ആലോചിക്കാത്ത ഗൗരവമുള്ള പ്രതിസന്ധിയാണ് കേരളത്തിലെ സാധാരണക്കാരായ ആൾക്കാർ നേരിടുന്നത്. യഥാർത്ഥത്തിൽ നിത്യോപയോഗ സാധനങ്ങൾ പോലും വാങ്ങിക്കുവാൻ കഴിയാതെ വലയുന്ന ജനങ്ങളാണ് കേരളത്തിൽ കൂടുതലുള്ളത്. മുൻകാലങ്ങളിൽ കൂലിവേലയ്ക്ക് പോയിരുന്ന ജനങ്ങൾ സാമ്പത്തികമായി കുറെയൊക്കെ മെച്ചപ്പെട്ട സ്ഥിതിയിൽ ആയിരുന്നു. ഇപ്പോൾ തൊഴിൽ മേഖലയിലും പ്രതിസന്ധി തുടരുകയാണ്. കൂലിവേലക്കാർ എന്ന പട്ടികയിലുള്ള കേരളീയരായ തൊഴിലാളികൾ തൊഴിൽ ലഭിക്കാത്ത വലയുകയാണ്. ബംഗാളികൾ അടക്കമുള്ള ഉത്തരേന്ത്യൻ കൂലിപ്പണിക്കാർ കേരളത്തിലെ തൊഴിൽ മേഖല കൈയടക്കിയിരിക്കുകയാണ്. നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന കേരളീയരായ തൊഴിലാളികൾക്ക് ദിവസവേതനം 1000 രൂപ കിട്ടിയിരുന്നത് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നു. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ദിവസം 500 രൂപയ്ക്കും 600 രൂപയ്ക്കും പണിയെടുക്കുവാൻ തയ്യാറാകുമ്പോൾ തൊഴിൽ ഉടമകൾ അവരെ തേടിപ്പോകുന്ന സ്ഥിതിയിലേക്ക് എത്തുക സ്വാഭാവികമാണ്. ഇതുവഴി തൊഴിൽ പരിചയം ഉള്ള കേരളീയർക്ക് പോലും തൊഴിൽ ലഭ്യമല്ലാത്ത സ്ഥിതിയാണ്. തൊഴിൽ ദിനങ്ങളുടെ കുറവ് വഴി വരുമാനം ചുരുങ്ങിയിരിക്കുകയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിൽ നിന്നും സാധാരണക്കാരൻ പൂർണ്ണമായും അകന്നിരിക്കുകയാണ്. നിത്യേന ഭക്ഷണത്തിന് ആവശ്യമായ സാധനങ്ങൾ പോലും വാങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നു എന്നതാണ് സ്ഥിതി. മുൻകാലങ്ങളിൽ പൊതുവിപണികളിൽ ഭക്ഷ്യവസ്തുക്കളുടെ വിലകയറ്റം ഉണ്ടാകുമ്പോൾ അത് തടയുന്നതിന് സർക്കാർ സംവിധാനങ്ങൾ വഴി ന്യായവിലയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ ലഭ്യമാക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു കേരളത്തിൽ. ഇപ്പോൾ സർക്കാർ സംവിധാനത്തിലൂടെ ഭക്ഷ്യവസ്തുക്കൾ ന്യായവിലയ്ക്ക് നൽകി വന്ന എല്ലാ സ്ഥാപനങ്ങളിലും സാധനങ്ങളില്ലാതെ പ്രവർത്തനം നടക്കുകയാണ്. റേഷൻ കടകളിൽ പോലും ന്യായമായും വിതരണം ചെയ്യേണ്ട ഭക്ഷ്യവസ്തുക്കൾ കൃത്യമായി എത്തിക്കുവാൻ സർക്കാർ ഏജൻസികൾക്ക് കഴിയുന്നില്ല. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ന്യായവില ഷോപ്പുകളും കൺസ്യൂമർ ഫെഡ് അടക്കമുള്ള സ്ഥാപനങ്ങളുടെ റീറ്റെയിൽ വിൽപ്പനശാലകളും ആവശ്യക്കാർക്ക് വേണ്ട സാധനങ്ങൾ ഇല്ലാതെ വിഷമിക്കുകയാണ്. ഇത്തരം ഉപയോഗ സാധനങ്ങൾ വിതരണം ചെയ്തിരുന്ന കോൺട്രാക്ടർമാർക്ക് കോടിക്കണക്കിന് രൂപ കുടിശ്ശികയുണ്ട്. സ്കൂൾ വർഷം ആരംഭിക്കുന്നത് കുട്ടികളുള്ള എല്ലാ കുടുംബങ്ങളിലെയും രക്ഷിതാക്കൾക്ക് വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെയാണ് കേരളത്തിൽ എല്ലായിടത്തും കാലവർഷം മൂലമുള്ള ദുരിതങ്ങൾ. തുടർച്ചയായി മഴ തുടരുന്നതിനാൽ കൂലിപ്പണികൾ പൂർണ്ണമായും സ്തംഭിക്കാം. നിർമ്മാണ മേഖലയിൽ മറ്റ് തൊഴിൽ സ്ഥാപനങ്ങളും മഴക്കെടുതികളിൽ അടഞ്ഞുകിടക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഇത്തരത്തിൽ എല്ലാ വിധത്തിലുമുള്ള ഞെരുക്കവും സാധാരണക്കാരെയും കൂലിപ്പണിക്കാരെയും വലിയ പ്രതിസന്ധിയിലാക്കും. പാവപ്പെട്ടവരും തൊഴിലാളികളും ഇത്തരത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുമ്പോഴാണ് ഭരണകക്ഷിക്കാർ സർക്കാർ
സർക്കാരിന്റെ 4ാം വാർഷികം അത്യാഡംബരങ്ങളോടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സർക്കാരിന്റെയും ഭരണപക്ഷത്തിന്റെയും തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് ജനങ്ങൾക്കൊപ്പം സഹായകരമായി നിൽക്കേണ്ട പ്രതിപക്ഷ പാർട്ടികൾ ലോട്ടറി അടിച്ചതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ കൊട്ടും കൊഴലൂത്തുമായി നടക്കുകയാണ്. ഈ നേതാക്കന്മാർക്ക് കേരളത്തിലെ പാവപ്പെട്ടവന്റെയും ദുരിതം അനുഭവിക്കുന്നവന്റെയും കണ്ണീര് കാണാൻ സമയം കിട്ടുന്നില്ല എന്നത് വേദനാജനകമാണ്. ഈ ജനവിഭാഗങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി അവർക്ക് വേണ്ടി ശബ്ദിക്കുവാൻ പ്രതിപക്ഷത്തിന് ഒരു താല്പര്യവും ഇല്ല. ഇതൊക്കെയാണെങ്കിലും എല്ലാ സുഖസൗകര്യങ്ങളുമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കൂട്ടർ നമ്മുടെ കേരളത്തിലുണ്ട്. 3.5 കോടിയിലധികം ജനങ്ങളെ സർക്കാർ സംവിധാനങ്ങൾ വഴി പരിപാലിച്ചു പോകുന്ന പഞ്ചപാവങ്ങളായ 5-6 ലക്ഷത്തിൽ മാത്രം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരാണ് ഇക്കൂട്ടർ. ഭൂമി പിളർന്നാലും ആകാശം ഇടിഞ്ഞു വീണാലും ഇക്കൂട്ടർക്ക് ഒന്നും സംഭവിക്കാനില്ല. ആകെ അവർ കണ്ണുകൂപ്പിയിരിക്കുന്നത് കലണ്ടറിലേക്ക് മാത്രമാണ്. 31-ാം തീയതി കഴിഞ്ഞ് 1-ാം തീയതി ആകുമ്പോൾ ഇവരുടെയെല്ലാം കീശ നിറയും. അതിനുവേണ്ടി മാത്രം ഒരു തടസ്സവും ഉണ്ടാകാതിരിക്കട്ടെ. സർക്കാർ ഖജനാവിൽ പണം തികയുന്നില്ല എങ്കിൽ അപ്പോൾ തന്നെ സർക്കാർ കടപ്പത്രം ഇറക്കി വായ്പ എടുത്തായാലും സർക്കാർ ഏമാന്മാരുടെ ശമ്പളം കൃത്യമായി കൊടുക്കുന്നുണ്ട്. മറുവശത്ത് റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന അരി വാങ്ങി അടുപ്പിൽ തീ പുകയ്ക്കാൻ ശ്രമിക്കുന്ന പട്ടിണി പാവങ്ങൾ റേഷൻ കടയ്ക്ക് മുമ്പിൽ കാവൽ കിടക്കേണ്ട സ്ഥിതി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.